അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ നിയമന വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്നാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത ക്ലർക്കിനെ വള്ളിയാങ്കാവ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കിയ തീരുമാനം പുനഃപരിശോധിക്കും. കളങ്കിതരെ ഒഴിവാക്കി നിയമനം നടത്തണമെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് നീക്കം. സ്ഥലം മാറ്റ പട്ടിക പൂർണ്ണമായും റദ്ദാക്കണമെന്നാണ് സർക്കാർ അനുകൂല ദേവസ്വം ജീവനക്കാരുടെ യൂണിയന്റെ ആവശ്യം. ഗോകുൽനാഥ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ഗോകുൽ. അപ്പോൾ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ഒരു പുനഃപരിശോധന, പ്രത്യേകിച്ചും വള്ളിയങ്കാവ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കിയിട്ടുള്ള നിയമനം അതടക്കം എങ്ങനെയായിരിക്കും പുനഃപരിശോധിക്കുക? തീരുമാനങ്ങൾ എങ്ങനെ ഉണ്ടാകാനാണ് സാധ്യത? ശ്രുതി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും നിർണായക യോഗമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇന്ന് ചേരുക. പ്രത്യേകിച്ച് ഈ സ്ഥാനമാനങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും എടുത്തു പറയേണ്ടതെന്നുള്ളതാണ്. കാരണം കളങ്കിതരെ പുറത്താക്കണം എന്നാണ് K മുരളീധരൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാറിനോട് അഭ്യർത്ഥിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിൽ തന്നെ കളങ്കിതർ ഈ ലിസ്റ്റിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട SIT അന്വേഷണം അല്ലെ SIT ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്ത പല ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായി വരുന്നു. ചിലർ വള്ളിയങ്കാവ് ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിട്ട് മാറുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് തന്നെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസ് നൽകി അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അറിയിക്കുകയും ചെയ്തെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഏറ്റവും പുതിയ നിർണായക യോഗം ചേരുക എന്നുള്ളതാണ്. ഏതായാലും ഈ സർവീസ് സംഘടനകളുടെ ചില ആവശ്യങ്ങളുണ്ട്. അതായത് ഈ ഭരണ തലപ്പത്തേക്കും അതേപോലെ തന്നെ ക്ഷേത്ര ഭരണത്തിലേക്കുമൊക്കെ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന്റെ പ്രധാന ഓഫീസിലടക്കം CPM അനുകൂല സംഘടനകളിൽ പെടുന്നവർ എത്തുന്നു. അത് പ്രത്യേകിച്ച് രാഷ്ട്രീയ നിയമനങ്ങൾ ഭരണം മാറിയെങ്കിലും പഴയ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന പലരും നിയമനത്തിലൂടെ തിരികെ കയറി സംവിധാനത്തിലേക്ക് എത്തുന്നു എന്നുള്ള തുടങ്ങിയ ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരും രംഗത്തേക്ക് വരുന്നതെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇന്ന് നടക്കുന്ന യോഗം ഏറ്റവും നിർണായകമാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ലിസ്റ്റ് പുനഃപരിശോധിക്കുമെന്നുള്ളതാണ്. പുനഃപരിശോധനയ്ക്ക് ശേഷം പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായക യോഗമാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് K ജയകുമാർ IAS നേതൃത്വത്തിലുള്ള സംഘം ചേരുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നിലവിൽ യോഗം 10 മണിയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുക. ഓക്കെ, വ്യക്തമാണ്. ഗോകുൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കൂടുതൽ പേരുടെ ചോദ്യം കടക്കാൻ ED നാളെയാണ് വീണ ടിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയാസ് കർത്തയ്ക്ക് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയിട്ടുണ്ട്. സജോ ദേവസ്യായി വാർത്തയുടെ വിവരങ്ങൾ നൽകും. സജോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ശശിധരൻ കർത്തയുടെ മകൾ ഷിബി S കർത്തയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഷിബി ഡയറക്ടറായ നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവുമായുള്ള CMRL അനധികൃത പണമിടപാടുകളിൽ വ്യക്തത വരുത്തിയെന്നാണ് മനസ്സിലാവുന്നത്. ഇന്നിപ്പോൾ ശശിധരൻ കർത്തയുടെ ഭാര്യ എപ്പോഴാണ് ചോദ്യം ചെയ്യലിന് ഹാജരാവുക? എന്തൊക്കെ കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും? പ്രധാനപ്പെട്ട കാര്യം നാളെ വീണ ടി ഹാജരാകുമോ എന്നുള്ളത് കൂടിയാണ്. ഷിഹാസ്, ശ്രുതി, അത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധേയമായ കാര്യം. അതായത് വീണ ടീം നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്നതൊരു പ്രധാന ചോദ്യമാണ്. നേരത്തെ അവർ 14 ദിവസത്തെ സാവകാശമാണ് തേടിയത്. പക്ഷേ ED അത് അനുവദിച്ചില്ല. പകരം തിങ്കൾ എന്നത് നാളെയായി അഥവാ ബുധനാഴ്ചയായി മാറി എന്നത് മാത്രമേ ഉള്ളൂ. അതിനിടെ എന്തെങ്കിലും നിയമ നടപടി എന്നൊരു നീക്കം ഇതുവരെ വീണ ടീം നടത്തിയിട്ടില്ല. പക്ഷേ വീണ്ടും സാവകാശം തേടാവുന്നതാണ് യഥാർത്ഥത്തിൽ എന്നതുണ്ട്. പക്ഷെ അതല്ല അവർ നേരിട്ട് ഹാജരാകുമോ എന്നത് ആകാംക്ഷ. അതോടൊപ്പം തന്നെ ഈ CMRL കേന്ദ്രീകരിച്ചുള്ള, അതായത് CMRL ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ നിയമങ്ങൾ ബാധകവുമാണ്. അതിന് വിരുദ്ധമായി, ഘടകവിരുദ്ധമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് നിക്ഷേപകരുടെ അഥവാ ഓഹരി ഉടമകൾക്ക് നഷ്ടമുണ്ടാക്കും. അത് നിയമവിരുദ്ധമാണ് രാജ്യത്തെ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയുടെ നിയമങ്ങൾ പ്രകാരം. അപ്പോൾ ആ രൂപത്തിൽ നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി CMRL നടത്തിയ ഇടപാടുകളിൽ അനധികൃതമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, പണമിടപാട് നടന്നിട്ടുണ്ട്. അതായത് ഒരേ കുടുംബത്തിലെ ആളുകൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നത്. പക്ഷേ സാമ്പത്തിക ഇടപാടുകൾക്ക് നിയമപരമായ നിയന്ത്രണമുണ്ട്. ശരിയായ രൂപത്തിലല്ലാത്ത ഇടപാടുകൾ പാടില്ല. അതാണ് ഈ ശശിധരൻ കർത്തയുടെ മകളെ വിളിച്ചു വരുത്തി ഷിബി S കർത്ത, അവർ ആ കമ്പനിയുടെ ഡയറക്ടറാണ്, നിപുണയും CMRL തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് എന്താണ്, അതിന്റെ സാധൂകരണം എന്താണ്, ഈ സാമ്പത്തിക ഇടപാടുകളുടെ സാധൂകരണം എന്താണ് എന്ന കാര്യമാണ് വിശദമായി ആരാഞ്ഞത്. ആ മൊഴി വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ആവശ്യമെങ്കിൽ അവരെ വീണ്ടും വിളിച്ചു വരുത്തുക. അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ തലപ്പത്തുള്ളവരിൽ മറ്റൊരാളാണ് ശശിധരൻ കർത്തയുടെ ഭാര്യ, അതായത് CMRL MDയുടെ ഭാര്യ ജയാസ് കർത്ത. അവർ ഇന്ന് 10 മണിയോടുകൂടി കൊച്ചി ED ഓഫീസിൽ ഹാജരാകും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ CMRL വിവിധ ഉന്നതർക്ക് വിവിധ ദിവസങ്ങളിലായി നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവരും സമീപ ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
അതോടൊപ്പം വീണ ടിയുടെ ചോദ്യം ചെയ്യലാണ്. വീണ ടിയുടെ മൊഴി രേഖപ്പെടുത്തുക, അതിനുശേഷമുള്ള ഇഡിയുടെ തുടർ നടപടികളാണ്. ഇപ്പോഴേതായാലും ഈ മൊഴി രേഖപ്പെടുത്തലുകൾ നടത്തുക, അതിന്റെ വിശദാംശങ്ങളൊക്കെ ശേഖരിക്കുക, അത് പിന്നീട് താരതമ്യ പഠനം നടത്തിയതിനു ശേഷമായിരിക്കും അടുത്ത നടപടിയിലേക്ക് ഇഡി പോവുക. നാളെ ഏതായാലും വീണ എത്തുമോ എന്നതാണ് നിയമപരമായും രാഷ്ട്രീയമായും ഒക്കെ ഏറെ ആകാംക്ഷ. ശരി, സജോ ദേവസ്യാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾ നമുക്ക് നോക്കാനുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും.